നടരാജ് വരും. നടരാജേ, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ നമ്പർ 4 തികയ്ക്കാനുള്ള വെപ്രാളമാണ് തോന്നുന്നു അല്ലേ? ഇതെന്തൊക്കെയാ സാധനങ്ങളെ? ഒന്ന് പരിപ്പോട മനസ്സിലായി, പരിപ്പോട, മൈദ ബോണ്ട, മൈദ ബോണ്ട, ക്യാബേജ് വട, ബ്രെഡ് വറുത്തത്, മൈദയിൽ മുക്കി വറുത്തത്. അത് കുറച്ച് കടുത്ത് പോയി തോന്നുന്നു അല്ലേ? ഇത് സോഫ്റ്റാണ്. ഇത് മൈദ ബോണ്ട ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 4 മണിക്ക് നമ്മളിങ്ങനെ റെഡി ആയിരിക്കണം. ആള് വന്ന് കഴിച്ചിട്ടേ ഉണ്ടാക്കാം. ഓക്കെ, ശരി, സംഭവിച്ചു. എന്തായാലും നടരാജ് 4 ചെറിയ ചെറിയ വിഭവങ്ങളാണെങ്കിലും 4 വിഭവങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. അത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാബേജ് വടയാണ്. ഇതിൻ്റെ കൂടെ ഒരു പരിപ്പോടയുണ്ട്, പിന്നെ ഒരു ബ്രെഡ് വറുത്തതുണ്ട്, പിന്നെ ഒരു മൈദ ബോണ്ടയുണ്ട്. ഇത്രയാണ് ഇന്നിവിടെ 4 മണി എന്ന റൗണ്ടിൽ ഞാൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഈ ക്യാബേജ് ഒന്ന് ചെറുതായിട്ട് ചെയ്യാം. ഇപ്പോൾ ക്യാബേജ് വടയ്ക്ക് ആവശ്യമുള്ള പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയാണ് അരിയണം. കുറച്ച് വേപ്പില ഇതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർക്കുകയാണ്. വേപ്പില നല്ലൊരു ഫ്ലേവറാണ്. മറ്റേ വറുത്ത് കഴിയുമ്പോൾ എണ്ണയിൽ വറുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഒരു സവാളയും കൂടി അരിയാം. ഇതിൽ നമ്മൾ ചേർക്കുന്നത് ക്യാബേജ്, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. നമ്മൾ കുറച്ച് മൈദയും കൂടി കലർത്തിയിട്ട് ഒരു വട രൂപത്തിൽ തട്ടിയിട്ട് നമ്മളിത് എണ്ണയിലിട്ട് വറുത്തെടുക്കും. നമുക്കിനി ഈ എല്ലാ ചേരുവയും ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിടാം. ഒരു ബൈൻഡിങ്ങിന് വേണ്ടി മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ 2.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാബേജ് വടയുടെ കൂട്ട് തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി കുറച്ച് നേരം ഇത് മാറ്റി വയ്ക്കാം. അവസാനം ഒരുമിച്ച് വറുത്തെടുക്കാം. നമ്മുടെ അടുത്ത ഐറ്റം നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പോടെയാണ്. അതിന് വേണ്ടിയിട്ട് പരിപ്പ് എടുത്തിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പ് ഏകദേശം അരഞ്ഞു കഴിഞ്ഞു. നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കും. നമ്മുടെ പരിപ്പുഴയുടെ കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കിനി മറ്റൊക്കെ അടുത്തത് ബ്രെഡ് വറുത്തതിനുള്ള ചേരുവ ചേരാം. ഞാൻ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും നമ്മളിപ്പോൾ ബ്രെഡ് മുക്കി വറുക്കാനുള്ള ബാറ്ററാണ് റെഡിയാക്കുന്നത്. അതിലേക്ക് മൈദയും പഞ്ചസാരയും നടരാജ് ഇങ്ങനെ വാലിന് നേടി ചോല അടുത്ത പരിപാടി എന്താണ്? ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ടേബിള് വൃത്തികേടാക്കുന്ന ഒരു കാര്യത്തിൽ നടരാജിനെ വെല്ലാൻ വേറെ ആരുമില്ല. ഉണ്ടായിരുന്നു ഒരാൾ, പ്രീതു, കുളമാക്കുന്ന പരിപാടിക്ക് 4 ഐറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എൻ്റെ മുന്നേ 2 അല്ലെങ്കിൽ 3 മാക്സിമം പരിപ്പുവട, ക്യാബേജ് വട, മൈദ ബോണ്ട, ബ്രെഡ് വറുത്തത്. ഇതെല്ലാം സമയത്തിനാകുമല്ലോ അല്ലേ? വറുത്തെടുക്കാന്നുള്ള ജോലിയുള്ളൂ. നന്നായിരിക്കണം കേട്ടോ. നമ്മുടെ ബ്രെഡ് കട്ട് ചെയ്ത് ഞാനൊരു ഡിഷും കൂടി ഉണ്ടാക്കുന്നത് മൈദ ബോണ്ട. അതിൽ മൈദയും തൈരും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് കായപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് നേരം വെക്കേണ്ടതായിരുന്നു, ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡിയാണ്. ഇപ്പോൾ നമ്മുടെ ഡിഷിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. നമ്മൾ പാത്രം വെച്ചു, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വറുക്കാൻ ആവശ്യമായ
എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ഈ വട ഒന്ന് ഇട്ട് നോക്കാം. ഇവിടെ ഉണ്ടാക്കിയ 4 മണി പലഹാരങ്ങൾ 4 എണ്ണം റെഡിയായി കഴിഞ്ഞു. അതായത് ക്യാബേജ് വട, ബ്രെഡ് വറുത്തത്, പരിപ്പ് വട, മൈദ ബോണ്ട. ഫാസ്റ്റ് പക്ഷേ നടരാജ് കുളമാക്കി സ്ഥലമൊക്കെ റെഡി ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങാം. മൈദ ബോണ്ട. ചൂടായിട്ട് കഴിക്കാൻ നമുക്ക് ഭാഗ്യമില്ല. ഓക്കെ, സാരമില്ല. ഇനി പരിപ്പ് വട. കൂട്ട് നല്ലതാണ്. വലിയ പരിപ്പോടെ കണ്ടും ചെറുതായതുകൊണ്ട് കുറച്ചുകൂടെ കൊള്ളാം. പക്ഷേ ഇച്ചിരി കൂടെ മൂക്കാം വേണമെങ്കിൽ. സമയക്കുറവല്ലേ ലാസ്റ്റ് അതും സ്വാദുണ്ട്. ലേശം ഉപ്പ് കൂടുതലാണ്. ടേസ്റ്റ് ഉണ്ട്. ആ ബ്രെഡ് എനിക്ക് കഴിക്കാൻ തന്നെ പേടിയാവും. കണ്ടിട്ട് അതൊരു സുഖം തോന്നില്ല. ഭയങ്കര സോഗിയായിട്ട് എണ്ണയൊക്കെ കുടിച്ച് മൈദയും സ്വീറ്റാണല്ലേ? മധുരത്തിൽ ചെയ്തതാണ് അല്ലേ? നടരാജ് ഉദ്ദേശിച്ചത് എന്താണ്? ഇത് ക്രിസ്പി ആയിട്ടാണോ? കുറച്ച് ഇതിനും കുറച്ചും കൂടി ക്രിസ്പിയാവും. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതിൽ എണ്ണ കുടിച്ചു. എള്ളും കൂടി ഇടാം. എള്ളും കൂടി ഇടും അല്ലേ? ബ്രെഡ് വറുത്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ നല്ല സാധനമാണ് ബ്രെഡ് വറുത്തത്. ഇറ്റ്സ് ഗുഡ്. പക്ഷേ ആ ടെക്സ്ചർ കറക്റ്റായിട്ട് വന്നില്ല. എന്താ കാര്യം? ഒത്തിരി വെള്ളം കൂടി പോയതുകൊണ്ടാവും. ഈ മൈദയുടെ ബാറ്ററിന് വെള്ളം കുടിച്ചില്ല. ഞാൻ പിന്നെ അതിൻ്റെ കുറച്ച് അരിപ്പൊടി ഇട്ട് നോക്കി. പക്ഷെ അപ്പോഴും ബ്രെഡ് പക്ഷേ ഒരു പിടുത്തം കിട്ടുന്നില്ല. ബ്രെഡ് പോരാ. ബ്രെഡ് ഒരു വീറ്റ് ബ്രെഡ് ആണോ? ബ്രെഡാണോ? നോക്കാം.